ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും യുവ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു വലിയ കോഴിനെ മേടിച്ചു. അതിൻ്റെ സ്കിൻ ഔട്ട് ചെയ്താണ് മേടിച്ചിരിക്കുന്നത്. നല്ലോണം ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ വരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ നല്ലോണം ഉള്ളിലേക്ക് വരിഞ്ഞെടുക്കണം, എന്നാലേ മസാല തേച്ച പിടിക്കുകയുള്ളൂ. അപ്പം നമുക്ക് മസാല തയ്യാറാക്കാം. മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ്: കാന്താരി മുളക്, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു നാരങ്ങ. മുളക് പൊടി എടുത്തേക്കുന്നത് കളറിന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം മിക്സിയിലിട്ട് നല്ലോണം അരിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല കുഴമ്പം ഭാഗത്ത് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത പരിപാടി, നമ്മുടെ കോഴിക്ക് ഈ മസാല നല്ലപോലെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. അപ്പൊ നമ്മൾ വരിഞ്ഞു വെച്ചേക്കണ ഭാഗമൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം, എന്നാലേ മസാല നല്ലോണം പിടിക്കത്തുള്ളൂ. ഓക്കെ, എല്ലാ വരിവിനും നല്ലോണം തേച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നല്ലോണം മസാല തേച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് ടെൻഡർ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ കോഴിക്ക് മസാല ഒക്കെ പെറ്റി കഴിഞ്ഞു. അപ്പൊ നമുക്ക് 2 മണിക്കൂർ എടുത്തു വെക്കാം. അപ്പൊ ഞാൻ കുറ്റിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മണ്ണ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാഴയിലയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വാഴയില അത് ഇങ്ങനെ ഓല ചെയ്ത് വെക്കുന്നുണ്ട്. അത് തിരിച്ചും അങ്ങനെ തന്നെ ഓല ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ ആ പൊട്ടിയ സ്ഥലത്ത് മണ്ണ് അടിയിൽ നിന്ന് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഞാനൊരു 4 വാഴയില വെക്കുന്നുണ്ട്. എന്തായാലും നല്ല സേഫ്റ്റി ഇരുന്നോട്ടെ എന്ന് ഓർത്തു. അപ്പൊ നമ്മുടെ കുറ്റിയും വാഴയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിക്കൻ ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്കത് എടുത്തു കൊണ്ടുവരാം. എന്തായാലും ചിക്കൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ കുറ്റിയിൽ ഇറക്കി വെക്കാം. എന്നിട്ട് അതിന്റെ കാല് നല്ലോണം കെട്ടി വെക്കണം, ഇല്ലെങ്കിൽ അത് വേവണ സമയത്ത് കാല് വിഴുന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതിനായി ഞാൻ കാല് കെട്ടി വെക്കുന്നുണ്ട്. ഞാൻ നൂലിട്ടാണ് കെട്ടുന്നത്. കുഴപ്പമൊന്നുമില്ല, നൂല് വെച്ചാലും പ്രശ്നമൊന്നും ആവുന്നില്ല. ഓക്കെ, എന്തായാലും നൂലിട്ട് കെട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നടുഭാഗത്തും തലഭാഗത്തും ആയിട്ട് ഞാൻ 2 കെട്ടും കൂടെ ഇടുന്നുണ്ട്.
അപ്പം നമ്മുടെ ചിക്കനെ കുറ്റിമേ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി പാട്ട വെച്ച് നല്ലോണം മൂടി കൊടുക്കാം. എനിവേ നമ്മുടെ പാട്ടയുടെ ചുറ്റും മണ്ണും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുക ഉള്ളിലേക്ക് കയറാൻ പാടില്ല. പുക കയറി കഴിഞ്ഞാൽ പിന്നെ പുകയുടെ സ്മെല്ലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ സൈഡിൽ മണ്ണിട്ട് മൂടി. എനിവേ ഞാൻ വക്യോല് വെച്ചിട്ടുണ്ട്. വക്യോല് ചുറ്റും വെച്ചിട്ടാണ് അതിന്റെ മേലെ വിറക് ഇട്ടിരിക്കുന്നത്. വിറക് അടുക്കി വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് 4 സൈഡിൽ നിന്ന് തീ കൊടുത്താൽ പെട്ടെന്ന് തീ പിടിച്ചോളും. അപ്പൊ നമുക്ക് തീ കൊടുക്കാം. ഒരു സൈഡിൽ തീ പിടിച്ചു. അപ്പൊ നമുക്ക് തീ പിടിക്കുന്നുണ്ട്, നോക്കാം. ഏകദേശം കത്തി തീരാറായി.
ഇത് 25 മിനിറ്റ് നല്ലോണം കത്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ നല്ലോണം വെന്തിട്ടുണ്ടാവണം. ഒരു പക്ഷേ വേവ് കൂടി കഴിഞ്ഞിട്ടുണ്ടോന്നും അറിയില്ല. എനിവേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് പതുക്കനെ ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ നോക്കാം. ഓ അടിപൊളി. എനിവേ നല്ലോണം വെന്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആദ്യത്തെ പരിശ്രമം തന്നെ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കനെ കുറ്റിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതാണ് നമ്മുടെ അടിപൊളി ബക്കറ്റ് ചിക്കൻ. എനിവേ സംഭവം പൊളിച്ചു. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. കാരണം നമ്മൾ നല്ലോണം മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതും കാന്താരി മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കാം, ഇതേമാതിരി ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. എനിവേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.